Hello. Welcome to market discussion of the day. Today, 30th of January 2025, Thursday ആണ്. സോ ഇന്ന് നമ്മൾ എല്ലാ ദിവസത്തെയും പറയുന്നത് പോലെ ഒരു റിമൈൻഡർ ആണ് നമ്മളുടെ അടുത്ത ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഫെബ്രുവരി 3 മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 7:30 മണിക്കും 10 മണിക്കുമായിട്ട് രണ്ട് ബാച്ചായിട്ടാണ് നമ്മളുടെ മലയാളം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാർക്ക് രണ്ടാഴ്ചത്തെ ട്രെയിനിങ് ആയിരിക്കും. അപ്പം ഇതിന് പങ്കെടുക്കണം താല്പര്യമുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, സോ ഫണ്ടമെന്റൽ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തിന് ശേഷം മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഇന്നത്തെ ദിവസവും നമുക്ക് ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഇന്നലത്തെ ന്യൂസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫെഡ് ചെയറിൻ്റെ സ്പീച്ചും ഉണ്ടായിരുന്നു, FOMC പ്രസ് കോൺഫറൻസും ഉണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിലോട്ട് വരാൻ നേരത്തെ ഒരു ചേഞ്ചും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഈ ഇവിടുത്തെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇപ്പം പ്രീവിയസ് 4.5% ആയിരുന്നു, ഇപ്പോൾ വന്നതും 4.5% തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഫെഡ് ചെയർമാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പയ്യെ നമ്മൾ അവർ എന്താ പറയുക ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഭയങ്കര ഫാസ്റ്റായിട്ട് എന്താ പറയുക ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഓക്കെ, സോ ഇന്നലെ നമ്മളുടെ ഫെഡ് ചെയർമാൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇത് കുറയ്ക്കാനുള്ള യാതൊരു ചിന്തയും ഇപ്പം തൽക്കാലം ഇല്ല എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് സംസാരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായോ എന്നുള്ള ചോദ്യത്തിന് പുള്ളിക്കാരൻ പറഞ്ഞ ഉത്തരം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നും കൂടെയാണ്. ഓക്കെ, സോ അവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണണം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഇന്നലെ മാർക്കറ്റിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടായില്ല, നമ്മൾ വിചാരിച്ച അത്രയും വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ഇതിനകത്ത് വലിയ റേറ്റിന് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ പ്രീവിയസും ആക്ച്വലും ഒരുപോലെ നിന്നത് കൊണ്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വലിയതായിട്ടുള്ളൊരു മാറ്റങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവാതിരുന്നത്. ഓക്കെ, പക്ഷെ ഇന്നത്തെ ദിവസം ഉറപ്പായിട്ടും മാറ്റം വലിയൊരു ചലനം ഉണ്ടാവാനായിട്ടുള്ള വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. ഇപ്പം രാവിലെ 7 മണിക്ക് UK ടൈമിംഗ് GDP അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു യൂറോ സോണിൽ നിന്ന്. ഓക്കെ, അപ്പം അത് ഇതേവരെ എന്താ പറയുക ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് രാവിലെ 10 മണിക്കാണ് UK ടൈമിംഗ് 10 മണിക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതും യൂറോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം നോക്കിയാൽ മതിയാവും അതൊക്കെ കേട്ടോ, വേറെ ഒന്നിനകത്തും അത് അഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ 1:15 നമുക്ക് ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, UK ടൈമിംഗ്, അതും യൂറോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ നോക്കുക. നേരെ 1:30 മണിയാകുമ്പോൾ GDP അനൗൺസ്മെന്റ് ഉണ്ട് ഫ്രം US. ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണല്ലേ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, നോൺ ഫാം പേറോൾ, GDP അനൗൺസ്മെന്റ്, റീറ്റെയിൽ സെയിൽസ്. ഇത്രയും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ. സോ ഇപ്പോൾ നമുക്ക് ഓക്കെ ഫോർകാസ്റ്റും പ്രീവിയസും ആയിട്ടൊന്നും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. GDPയുടെ മാറി നിൽക്കുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ നമുക്ക് ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 1:30 തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. അതൊന്നും ഇതുണ്ടായത് കൊണ്ടിട്ട് തന്നെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, ഇന്ന് രാത്രി 11:30 UK ടൈമിംഗ്, അതായത് ഇന്ത്യയിൽ ഇത് വെളുപ്പിനെയാണ്, ജപ്പാൻ ഇന്ന് റീറ്റെയിൽ സെയിൽസും ഉണ്ട്. ഓക്കെ, സോ ജാപ്പനീസ് യെന്നിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം മാർക്കറ്റിനെ സമീപിക്കാനായിട്ട്. ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുക ജാപ്പനീസ് യെന്നിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, ഇതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ടെക്നിക്കൽ സൈഡിൽ നിന്ന് എനിക്ക് ഒന്നും പറയാനില്ല, കാരണം എന്ത് പറഞ്ഞാലും തെറ്റും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഉള്ളൊരു ദിവസം നമ്മൾ എന്തിനാണ് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളായിട്ടൊരു കുളമാക്കുന്നത് അല്ലേ. പക്ഷെ എന്നാൽ പോലും ഓക്കെ, ജാപ്പനീസ് യെന്നിനകത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം. നാളെ രാവിലെ തന്നെ വെളുപ്പിനെ, ഇന്ത്യൻ ടൈമിംഗ് വെളുപ്പിനെ
ഇന്ത്യയിൽ ആ ന്യൂസ് ഉണ്ടാവും, റീറ്റെയിൽ സെയിൽസ്. അതുപോലെ UK ടൈമിംഗ് 11:30 ന്യൂസ്. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി വെറുതെ നമ്മൾ ജാപ്പനീസ് എണ്ണീനകത്ത് ഇന്നത്തെ ദിവസം മാറി നിൽക്കുക. ഓക്കെ, യൂറോയിലും ഞാൻ പറയുന്നത് മാറി നിൽക്കുക. കാരണം യൂറോ സോണിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, GDP അനൗൺസ്മെന്റ് US നിന്ന് വരുന്നുണ്ട്. അപ്പം മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ സപ്പോസ് എങ്ങാനും യൂറോ നല്ല റേറ്റ് കുറഞ്ഞ് 1.0200 റേഞ്ചിലൊക്കെ കിട്ടിയാൽ അവിടുന്ന് നിങ്ങൾ ബൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലാത്ത കാര്യമാണ്. 1.0200. ഓക്കെ, അവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. GDPയും അത് തന്നെ മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ ഇന്നത്തെ ദിവസം. സപ്പോസ് മാർക്കറ്റ് താഴോട്ട് വീണ് കിട്ടിയാൽ 1.2300 കിട്ടിയാൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ ന്യൂസിൻ്റെ സമയത്താണെങ്കിൽ പോലും താഴെ 1.23 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 0.5 ബൈ ഇട്ടോ. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും 1.2200 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 0.5 ബൈ ഇട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തു പോകാന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം GBP അങ്ങനെ പെട്ടെന്നൊന്നും താഴോട്ട് പോകുന്നൊരു കറൻസി അല്ല. ഉറപ്പായിട്ട് റിസ്ക് മാനേജ് ചെയ്യണം. ആ റിസ്ക് മാനേജ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഔചിത്യമാണ്. നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കമൻറ്റ് പറയില്ല. ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ നേരത്ത് എന്തായാലും എന്തെങ്കിലും റിസ്ക് മാനേജ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടേ ഞാൻ ഒരു ബൈ എടുക്കത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഇതൊരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു വ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം പറയാതിരുന്നത്. ഓക്കെ, സോ ഉറപ്പായിട്ട് റിസ്ക് മാനേജ് ചെയ്യണം. അത് നിങ്ങളുടെ ഔചിത്യം അനുസരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളത് എനിക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ, സോ നേരെ ഗോൾഡിലോട്ട് വരും. ഗോൾഡിൽ ഒരു കമൻറ്റും എനിക്ക് പറയാനില്ല. മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുമായിരിക്കും. അതുകൊണ്ടിട്ട് മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 2630 വീണ് കിട്ടിയാൽ ബൈ ചെയ്യാം. അതും ന്യൂസിൻ്റെ സമയത്തല്ല, നാളെ രാവിലെ 7:30 മണിക്ക് 2730 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നേരെ മറിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 2780 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 2830 വരെ ആയിരിക്കും മാർക്കറ്റ് സഞ്ചരിക്കുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം മാർക്കറ്റിൽ ഭയങ്കര അൺസർട്ടനിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഓൾറെഡി US, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ താരിഫ് ഏർപ്പെടുത്തുകയാണ്. അതിന് 25% താരിഫാണ് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക്. അത് അവർക്ക് താങ്ങാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതേപോലെ തന്നെ അപ്പം ഒന്നാലോചിച്ച് നോക്കി. അപ്പം യൂറോപ്യൻ കൺട്രീസും അതേപോലത്തുള്ള ഏഷ്യൻ കൺട്രീസിലൊക്കെ എന്തുമാത്രം വലിയ താരിഫായിരിക്കും ഏർപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ലോകത്തൊരു ഭയങ്കര അൺസർട്ടനിറ്റിയാണ്. ഇപ്പം വാറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാർ എന്ന് പറയുന്ന സംഭവം ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു അൺസർട്ടനിറ്റിയാണ് അല്ലേ. നമ്മളിവിടെ UK വാറിൻ്റെ കാര്യങ്ങൾ അഫക്റ്റ് പോലും ചെയ്യത്തില്ല. കുറേ പേര് പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ ഇവിടെ ജാഥയൊക്കെ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടി ഇതാക്കിയിട്ടുണ്ട്. അത് വല്ലപ്പോഴും ഒക്കെ നടക്കുന്നൊരു കാര്യമാണ്. അത് ഇവിടുത്തെ എക്കണോമിയൊന്നും ഒരിക്കലും ബാധിക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതൊന്നും ഒരിക്കലും ഈ വാർ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് ഒന്നും ബാധിക്കുന്നില്ലല്ലോ അല്ലേ. സോ പക്ഷേ ഈ താരിഫ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വേൾഡിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടിട്ട് അൺസർട്ടനിറ്റി ഉണ്ട്, ഇത് മനസ്സിൽ വെക്കുക. ഓക്കെ, പക്ഷേ കണ്ണും പൂട്ടി ബൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബൈ ചെയ്യാനും പാടില്ല. കാരണം അടുത്ത ആഴ്ച ചിലപ്പോൾ സീസ് ഫയറിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സീസ് ഫയർ റഷ്യ ഉക്രൈൻ വാറിൻ്റെ സീസ് ഫയറിനുള്ള പോസിബിലിറ്റി എല്ലാം തുറന്നിട്ടുകൊണ്ടാണ് എന്താ പറയുക പുടിനും ഡൊണാൾഡ് ട്രംപും കൂടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് അങ്ങനെ ഒരു എന്ത് ബൈ എടുത്താലും റിസ്ക് മാനേജ് ചെയ്യണം. ഓക്കെ, സെല്ലിലോട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറയാനും പറ്റില്ല, കാരണം മാർക്കറ്റ് അൺസർട്ടൻ ആണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നാളെ രാവിലെ 2830 മാർക്കറ്റിനെ കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്യാം. ഇന്നല്ല കേട്ടോ, നാളെയാണ്. ഇത് മറന്നു പോകരുത്, ഇന്നെടുത്ത് ചെയ്യരുത്. നാളെ 2830 കിട്ടിയാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് കച്ചവടം തുടങ്ങാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇന്ന് നമുക്കിപ്പം ഇന്ന് എനിക്കറിയില്ല ഇത് സംഭവിക്കുമല്ലോ എന്ന്. മോസ്റ്റ് പ്രോബബ്ലി ഗോൾഡ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം US നിന്ന് വരുന്ന മിക്ക ന്യൂസുകളും പോസിറ്റീവ് ആയതുകൊണ്ട് GDPയും പോസിറ്റീവ് ആണെങ്കിൽ US സ്റ്റോക്ക് മുകളിലോട്ട് പോവുകയും US ഡോളർ താഴോട്ട് വരികയും ഗോൾഡ് മുകളിലോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നടക്കാനായിട്ട്. അപ്പം അങ്ങനെ മിക്ക ന്യൂസുകളും US നിന്ന് പോസിറ്റീവ് ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഗോൾഡ് താഴോട്ട് പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നലെയൊക്കെ 2760 തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു.
താഴോട്ട് പോയിട്ടില്ല. അപ്പം അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു മുകളിൽ തന്നെ നിൽക്കുന്ന ഒരു പോസിബിലിറ്റി, ഐ മീൻ മുകളിൽ തന്നെ നിൽക്കുന്നത്. സോ അത് നമ്മൾ മനസ്സിൽ വെക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ 2880 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ആണുള്ളത്. ചിലപ്പോൾ മുകളിലും അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടൊക്കെ പോവാം, എനിക്കറിയില്ല. ന്യൂസിനെ അനുസരിച്ചൊക്കെ ഇരിക്കും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ളത്. ന്യൂസ് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും, ഗോൾഡ് മുകളിലോട്ട് പോകും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനുള്ള കാര്യങ്ങൾ. നമ്മുടെ പുതിയ ബാച്ച് കയറാനായിട്ടുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട്, ഒരു കാരണവശാലും റിസ്ക് മാനേജ് ചെയ്യാതെ ട്രേഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഗോൾഡിലൊന്നും ഒരു കാരണവശാലും ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യരുത്. വീണ്ടും 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 ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.